മക്കളെ, സോ നമ്മൾ മാത്സിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലസിൽ വരുന്ന അവസാനത്തെ ചാപ്റ്റർ ആണ് അല്ലേ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം ഡെറിവേറ്റീവ്സും ഇന്റഗ്രേഷനും അറിയേണ്ടതായിട്ടുണ്ട്. എനിവേസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഒന്നും ഒരിക്കലും ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ അത് വിചാരിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദി ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx whole square plus dy/dx minus sin square y is equal to 0. ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതാണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ആ ഡെറിവേറ്റീവിന്റെ ഓർഡർ ആണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് നമുക്ക് ആകെയുള്ളത് dy/dx എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആണ്. അത് രണ്ട് രീതിയിൽ dy/dx ഹോൾ സ്ക്വയർ ഉണ്ട്, dy/dx ഉണ്ട്. എനിവേസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്, വിച്ച് മീൻസ് ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം dy/dx ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, സോ ഓർഡർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2x² d² y/dx² plus x raised to 4 into dy/dx whole cube plus 7 is equal to 0. എടാ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഡെറിവേറ്റീവ്സ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ നമുക്ക് ഒരു ഡെറിവേറ്റീവ് വരുന്നത് dy/dx ഹോൾ ക്യൂബ്. dy/dx എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആണ്, അതിന്റെ പവർ 3 ആണെന്നേ ഉള്ളൂ. ആൻഡ് പിന്നെ വരുന്നത് d² y/dx² ആണ്. ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി ആണ്. വാട്ട് ഈസ് ഡിഗ്രി? ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ടാവില്ലേ, ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ dy/dx ഫസ്റ്റ് ഓർഡർ ആണ്, d² y/dx² സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് വലിയ ഓർഡർ ഡെറിവേറ്റീവ്, d² y/dx² ആണ്. അതിന്റെ പവർ എന്താടാ, ഇവിടെ ആക്ച്വലി d² y/dx² ഉള്ളൂ, വിച്ച് മീൻസ് പവർ 1 ആണ്. ഇനി ചിലപ്പോൾ d² y/dx² ഹോൾ സ്ക്വയർന്നോ ഹോൾ ക്യൂബ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പവർ 2 ആയിട്ടും 3 ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു പവറും തന്നിട്ടില്ല, വിച്ച് മീൻസ് പവർ 1 ആണെന്നാണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി എന്തായിരിക്കും, ഡിഗ്രി 1 ആയിരിക്കും. സോ വാട്ട് ഈസ് ഡിഗ്രി? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് അത് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പറയണം. d⁴ y/dx² ഹോൾ സ്ക്വയർ പ്ലസ് d² y/dx² ഹോൾ ക്യൂബ് പ്ലസ് dy/dx ഹോൾ റേസ് ടു 4 പ്ലസ് y ക്യൂബ് is equal to 1. വാട്ട് ഈസ് ഓർഡർ ഹിയർ? ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡർ ആണ്. ഇവിടെ നോക്കുമ്പോൾ dy/dx ഉണ്ട്, d² y/dx² ഉണ്ട്, d⁴ y/dx⁴ ഉണ്ട്, വിച്ച് മീൻസ് ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ് പ്രസന്റ് ആണ്. അതിലും വലിയ ഡെറിവേറ്റീവ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഓർഡർ ഇസ് ഈക്വൽ ടു 4 ആണ്. വാട്ട് അബൌട്ട് ഡിഗ്രി? ഈ ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ നമ്മുടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അതിന്റെ പവറിനെ അല്ലേ നമ്മൾ ഡിഗ്രി എന്ന് വിളിച്ചത്. സോ ഇവിടെ പവർ എന്താടാ, 2 ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡിഗ്രി ഇസ് ഈക്വൽ ടു 2 ആണ്. സോ ഇങ്ങനെ ഓർഡർ ആൻഡ് ഡിഗ്രി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്, നോട്ട് ചെയ്യാം. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ solve the differential equation dy/dx is equal to 1 plus y² by 1 plus x². ഇങ്ങനെ dy/dx is equal to 1 plus y² by 1 plus x² എന്നൊക്കെ തരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ടേംസിനെയും വൈ ടേംസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 plus x² കൂടെ dx വരണം, 1 plus y² കൂടെ dy വരണം. ചുരുക്കി പറഞ്ഞ എക്സ് ടേംസ് ഒക്കെ dxന്റെ കൂടെയും വൈ ടേംസ് ഡിവൈയുടെ കൂടെയും അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, dy/dx is equal to 1 plus y² by 1 plus x² ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 1 plus y² ലെഫ്റ്റിലോട്ട് എടുത്താൽ dy by 1 plus y² എന്ന് വരും, dx റൈറ്റിലോട്ട് എടുത്താൽ dx by 1 plus x² എന്ന് വരും. നോക്കിക്കേ, നമുക്ക് എന്തായാലും ഡിവൈയും dxഉം ന്യൂമറേറ്ററിൽ വരണം കേട്ടോ. അവരെ തോന്നിയ പോലെ ഡിനോമിനേറ്ററിൽ എഴുതാനൊന്നും പാടില്ല. അതായത് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡിവൈയും dxഉം എപ്പോഴും ന്യൂമറേറ്ററിൽ വരണം. ഡിവൈയുടെ കൂടെയാണ് വൈ ടേംസ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഡിവൈ ന്യൂമറേറ്ററിൽ ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ വൈ ടേംസ് എന്ന് വെച്ചാൽ 1 plus y² കൊടുക്കുകയാണ്. സോ 1 plus y² നമ്മൾ ലെഫ്റ്റിലോട്ട് എടുത്തു. dx എപ്പോഴും ഡിനോമിനേറ്ററിൽ വരണം, അപ്പൊ dxനെ നമ്മൾ അപ്പുറത്ത് റൈറ്റ് സൈഡിലോട്ട് എടുത്തപ്പോൾ അത് ന്യൂമറേറ്ററിൽ വന്നു. നോക്കിക്കേ, dy by 1 plus y² is equal to dx by 1 plus x² എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റും റൈറ്റും ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ dy by 1 plus y² is equal to integral dx by 1 plus x² എന്ന് കിട്ടി. എന്താ ഇന്റഗ്രൽ dy by 1 plus y² എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്റഗ്രൽ 1 by 1 plus y² dy ആണ് അല്ലേ. എന്താ ഇന്റഗ്രൽ 1 by 1 plus y²? അല്ലെങ്കിൽ പോട്ടെ, ഇന്റഗ്രൽ 1 by 1 plus x² എന്താ, tan inverse x ആണ്. സോ ഇവിടെ നമുക്ക് y ആയതുകൊണ്ട് tan inverse of y എന്ന് എഴുതാം. ആൻഡ് റൈറ്റ് സൈഡിൽ ഇതേപോലെ ഇന്റഗ്രൽ 1 by 1 plus x² dx അല്ലേ. അപ്പൊ നമ്മുടെ റിസൾട്ട് വരിക tan inverse x എന്നാണ്.
പ്ലസ് നമ്മുടെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി കൂടി കൊടുത്ത ആൻസർ കംപ്ലീറ്റ് ആയി. ലെഫ്റ്റും റൈറ്റും ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് ലെഫ്റ്റിലും റൈറ്റിലും കോൺസ്റ്റന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു സൈഡിൽ മാത്രം കോൺസ്റ്റന്റ് കൊടുത്താൽ മതി. ഇത്ര എഴുതിയാൽ തന്നെ നമ്മുടെ ആൻസർ ആയി. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് y is equal to ടാൻ ഇൻവേഴ്സ് ഓഫ് x പ്ലസ് സി. നമ്മൾ എന്താ ചെയ്തത്? എക്സ് ടേംസ് ഡി എക്സിന്റെ കൂടെയും y ടേംസ് ഡി വൈയുടെ കൂടെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ലെഫ്റ്റും റൈറ്റും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. Solve the differential equation dy by dx is equal to 4xy square. നോക്കിക്കേ, dy by dx എന്ന് പറഞ്ഞാൽ 4xy square ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 4xy square പ്രൊഡക്റ്റ് ഫോമിലും ഡിവിഷൻ ഫോമിലും ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. 4x into y square എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന dxനെ റൈറ്റിലോട്ട് എടുത്താൽ 4x dx വരും. y squareനെ ലെഫ്റ്റിലോട്ട് എടുത്താലോ 1 by y square dy എന്ന് വരും. സോ y square 1 by y square dy എന്ന് വരും. 4xന്റെ കൂടെ dx വന്നാൽ 4x dx എന്ന് വരും. സിമ്പിൾ ആയിട്ട് നമ്മൾ y ടേംസും x ടേംസും സെപ്പറേറ്റ് ചെയ്തു. ഇതിപ്പോൾ 4x പ്ലസ് y എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത് സിമ്പിൾ ആയിട്ട് പ്രൊഡക്റ്റ് ഫോമും ഡിവിഷൻ ഫോമും ഒക്കെ നമുക്ക് പെട്ടെന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ അങ്ങനെയുള്ള ഫോംസ് ആണ് ഉണ്ടാവുക. സോ ഇവിടെ ഇന്റഗ്രൽ 1 by y square dy, അതായത് ലെഫ്റ്റും റൈറ്റും ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രൽ 1 by y square dy is equal to ഇന്റഗ്രൽ 4x dx. dy അല്ല dx ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ഇന്റഗ്രൽ 1 by y square dy എന്ന് പറഞ്ഞാൽ? ഈ 1 by y square എന്ന് പറഞ്ഞാൽ ആക്ച്വലി y raised to minus 2 ആണ് അല്ലേ. 1 by x square എന്ന് പറഞ്ഞാൽ x raised to minus 2 ആണ്. 1 by x cube എന്ന് പറഞ്ഞാൽ x raised to minus 3 ആണ്. ചുരുക്കി പറഞ്ഞാൽ താഴെ എന്ത് പവർ ആണോ ഉള്ളത് അതിനെ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ വൈയുടെ പവർ ആയിട്ട് എഴുതുമ്പോൾ നെഗറ്റീവ് പവർ കൊടുത്താൽ മതി. അപ്പോൾ 1 by y square എന്ന് പറഞ്ഞാൽ y raised to minus 2 ആണ്. ഇന്റഗ്രൽ അല്ലേ നമുക്ക് വേണ്ടത്? എന്താ y raised to minus 2ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു y raised to minus 2 plus 1 by minus 2 plus 1. x raised to n ന്റെ ഇന്റഗ്രൽ x raised to n plus 1 by n plus 1 ആണ്. ഇവിടെ y raised to minus 2 plus 1 by minus 2 plus 1. And that is equal to y raised to minus 1 by minus 1 എന്ന് വരും. എന്താ ഈ y raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by y ആണ്. പിന്നെ താഴെ ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലെ, അത് നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ ഇത് ആക്ച്വലി minus 1 by y എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ what is integral 1 by y square? It is minus 1 by y. And that is equal to integral 4x dx അല്ലേ, അതായത് 4 into xന്റെ ഇന്റഗ്രൽ എന്താടാ x square by 2 ആണ് പ്ലസ് c എന്ന് വരും. 4ഉം 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2x square plus c എന്ന് വരും അല്ലേ. സോ minus 1 by y is equal to 2x square plus c എന്ന് വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നെഗറ്റീവിനെ റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ 1 by y is equal to minus of 2x square plus c എന്ന് വരും. അതായത് ലെഫ്റ്റും റൈറ്റും നമ്മളൊരു നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റിൽ 1 by y ആയിട്ട് മാറും, റൈറ്റ് സൈഡിൽ minus of 2x square plus c വരും. ചുരുക്കി പറഞ്ഞാൽ y എന്തായിരിക്കും? 1 by y കിട്ടിക്കഴിഞ്ഞാൽ y കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് റൈറ്റിലുള്ള സംഗതിയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ minus 1 by 2x square plus c അല്ലെങ്കിൽ 1 by minus 2x square plus c ഇതൊക്കെ ഈക്വൽ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. റൈറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എക്സ് ടേംസിനെയും വൈ ടേംസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് വൈ ഫോം കിട്ടുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റെസിപ്രോക്കലൊക്കെ എടുത്ത് വൈയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തു. വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഇസ് minus 1 by 2x square plus c. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to 1 plus x square into 1 plus y square. നേരത്തെ ഡിവിഷൻ ആയിരുന്നു, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ചെയ്തു നോക്കാം. ആദ്യം 1 plus x square, x ടേം റൈറ്റ് സൈഡിലാണ്, dxനെ നമുക്ക് റൈറ്റിലോട്ട് എടുക്കാം. y ടേം 1 plus y square റൈറ്റിലുണ്ട്, അതിന് നമുക്ക് ലെഫ്റ്റിലോട്ട് എടുത്താൽ 1 by 1 plus y square dy എന്ന് കിട്ടും. 1 plus x squareന്റെ കൂടെ ആര് വരും? dx വരും. അതായത് 1 plus y square ലെഫ്റ്റിലോട്ട് വരും, dx റൈറ്റ് സൈഡിലോട്ടും പോകും. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. കാരണം എന്താ? ഇവിടെ നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 1 plus y square dy എന്ന് വരും. റൈറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by ഇന്റഗ്രൽ 1 plus x square dx എന്ന് വരും. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് ആണ് 1 by 1 plus y square dy എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് ഓഫ് y എന്നാണ് കിട്ടുക. ആൻഡ് റൈറ്റ് സൈഡിൽ 1 plus x squareന്റെ ഇന്റഗ്രൽ എന്താണ്? 1ന്റെ ഇന്റഗ്രൽ x ആണ്. x സ്ക്വയറിന്റെ ഇന്റഗ്രൽ x square, അതായത് x raised to 2 plus 1 by 2 plus 1 എന്ന് വരും. ദാറ്റ് മീൻസ് x cube by 3 എന്ന് വരും. പ്ലസ് c കൂടി കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. സോ വാട്ട് ഇസ് ഇറ്റ്? ടാൻ ഇൻവേഴ്സ് ഓഫ് y is equal to x plus
എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. വേണമെങ്കിൽ y ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരിക. സോ ഇത്രയും കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ് ടേംസും വൈ ടേംസും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഇനി നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചു കാണാറുള്ളത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കോളൂ, സോൾവ് dy by dx plus 2 by xy is equal to x. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും dy by dx plus 2 by xy is equal to x എന്ന് പറഞ്ഞാൽ എന്ത് ഫോമാറ്റിലാണ് ആക്ച്വലി? dy by dx plus py is equal to q ഫോമാറ്റിലാണ്. ഇതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഇവിടുത്തെ പിയും ക്യൂവും എന്തായിരിക്കണം? പിയും ക്യൂവും ഒന്നെങ്കിൽ ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, പി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെയുള്ള ആളാണ്. ഇവിടുത്തെ പി 2/x ആണ്. 2/x എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അതേപോലെ റൈറ്റ് സൈഡിൽ ഇവിടെ വരുന്നത് എക്സ് ആണ്. ആൻഡ് അഗെയിൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഫംഗ്ഷൻ, അവിടെ വൈ ഒന്നും കയറി വരുന്നില്ല. സോ ക്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെ നമ്മൾ dy by dx plus py is equal to q ഫോമാറ്റിൽ കാണുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ പിയും ക്യൂവും ഫൈൻഡ് ചെയ്തു. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക എന്നുള്ളതാണ്. വാട്ട് ഇസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? എടാ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുക. ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. പി എന്താ? നമ്മൾ ഫൈൻഡ് ചെയ്ത് 2/x. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇ റേസ് ടു ഇന്റഗ്രൽ പിക്ക് പകരം 2/x എന്ന് കൊടുക്കും. സോ ഇന്റഗ്രൽ 2/x dx എന്ന് വരും. ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇ റേസ് ടു 2 പുറത്തോട്ട് വെച്ച് 1/x dx ചെയ്യാം ഇന്റഗ്രൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 1/xന്റെ ഇന്റഗ്രൽ log x ആണ്. ആൻഡ് ഇ റേസ് ടു 2 log x എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇ റേസ് ടു log ഓഫ് എക്സ് സ്ക്വയർ ആണ്. കാരണം ലോഗിന്റെ പ്രോപ്പർട്ടി ആണ് അല്ലേ. ഈ log ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും ഈ 2 മുന്നോട്ട് വന്നിട്ട് 2 log x എന്ന് പറയുന്നതും എക്സാക്ട്ലി ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് 2 log x കണ്ടാൽ log ഓഫ് എക്സ് സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. ഇനി ഈയും ലോഗും ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് അവരെ ക്യാൻസൽ ചെയ്യാം. ആൻസർ ആയിട്ട് നമുക്ക് എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുക. സോ ഇ റേസ് ടു log ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ആ സംതിങ് ആയിരിക്കും കേട്ടോ നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. ചുരുക്കി പറഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് സ്ക്വയർ ആണ്. നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കണം. എന്താണെന്നൊരു ഇക്വേഷൻ? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് സി. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് സി. ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് സ്ക്വയർ ആണ് അല്ലേ. സോ y ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q എന്താടാ? q നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു again integrating factor x square കൊടുക്കുക dx plus c. റൈറ്റ് സൈഡ് എന്താ വരിക? ഇന്റഗ്രൽ x into x square എന്ന് പറഞ്ഞാൽ x cube dx ആണ് പ്ലസ് c എന്ന് വരും. എന്താ ഇന്റഗ്രൽ x cube? x raised to 4/4 ആണ് പ്ലസ് c. ലെഫ്റ്റ് സൈഡിൽ വരിക y into x square എന്നാണ്. സോ y into x square is equal to x raised to 4/4 പ്ലസ് c. വേണമെങ്കിൽ y is equal to എന്ന് പറഞ്ഞ് x square റൈറ്റിലോട്ട് എടുത്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ആൻസർ എന്തായിരിക്കും? y is equal to x square റൈറ്റിലോട്ട് കൊടുക്കുമ്പോൾ x raised to 4/x square എന്ന് വരും. അതായത് ഒരു x square കുറഞ്ഞ് x square/4 എന്ന് വരും പ്ലസ് c/x square എന്ന് വരും. അതായത് രണ്ട് ടേമിൽ നമ്മൾ x square കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അതിന്റെ തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ, അതായത് ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, നോട്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx plus y/x is equal to x square. ഇവിടെ again dy by dx plus py is equal to q ഫോമാറ്റിലാണ്. വാട്ട് ഇസ് p ഹിയർ? വൈയുടെ കൂടെയുള്ള ആളാണ്. വൈയുടെ കൂടെ 1/x ആണ് അല്ലേ വരുന്നത്. y/x എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ y into 1/x ആണ്. സോ p is equal to 1/x ആണ്. ആൻഡ് വാട്ട് അബൌട്ട് q? റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് ദാറ്റ് is equal to x square. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇറ്റ് is equal to e raised to integral p dx. അതായത് e raised to integral 1/x dx. എന്താ ഇന്റഗ്രൽ 1/x? log x ആണ്. സോ e raised to log x എന്ന് വരും. ഞാൻ പറഞ്ഞു e raised to log of something എന്ന് പറഞ്ഞാൽ ഈയും ലോഗും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആ സംതിങ് എടുത്ത് ആൻസർ ആയിട്ട് എഴുതാം. സോ ഇവിടെ എക്സ് ആണ് നമ്മുടെ ആൻസർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? എക്സ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതുക. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c. സോ ഹിയർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ആണ്. സോ y ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂക്ക് പകരം നമുക്ക് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എഗെയിൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ആണ് dx പ്ലസ് c എന്ന് വരും. ദാറ്റ് ഈസ് y ഇൻറ്റു എക്സ് ആണ് ലെഫ്റ്റിൽ വരുന്നത്. റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ എക്സ് ക്യൂബ് എന്ന് വരും അല്ലെ. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് dx ആണ്. എന്താ എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ? എക്സ് റേസ് ടു 4/4 പ്ലസ് c ആണ്. നേരത്തെ ചെയ്തതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. y എന്തായിരിക്കും?
എക്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 എക്സ് ക്യൂബ് ബൈ 4 ആയിട്ട് മാറും. സി ബൈ എക്സ് എന്ന് വരും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത് രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. ഇനി ചില കേസസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തരുന്നതിന് പകരം, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡയറക്റ്റ് തരുന്നതിന് പകരം ചിലപ്പോൾ എങ്ങനെ തരും എന്നറിയോ, ഈ ഒരു ഫോമാറ്റിൽ തരും. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ദിസ് ഇസ് നോട്ട് ലീനിയർ. കാരണം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമാറ്റിൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്നാണ്. അവിടെ ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ ആരും വരാൻ പാടില്ല. പക്ഷെ ഇവിടെ ആര് വന്നിട്ടുണ്ട്? എക്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് എങ്ങനെയാണെന്ന് അറിയോ ലീനിയർ ആക്കിയിട്ട് മാറ്റുക? നമ്മൾ ഈ എക്സിനെ എല്ലാ ടേമിനും അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ എക്സ് വന്നതാണല്ലോ പ്രശ്നം. ആ എക്സിനെ നമ്മൾ എല്ലാ ടേമിലും ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ്, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്തായിട്ട് മാറും? ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് മാറും. കാരണം എക്സ് നമ്മൾ ഡിവൈഡ് ചെയ്തു. അടുത്തത് വൈ അല്ലേ, വൈയുടെ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ ബൈ എക്സ് എന്ന് വരും. ആൻഡ് റൈറ്റ് സൈഡിൽ എക്സ് ക്യൂബ് ആണ്, ബൈ എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഈ രീതിയിൽ ഡയറക്ട്ലി ലീനിയർ അല്ലാണ്ടും ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെയുള്ള ആളെ ഒന്ന് എല്ലാ ടേമിനും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ലീനിയർ ആക്കി മാറ്റാം, എന്നിട്ട് ചെയ്യാൻ പറ്റും. സോ അതും ചെക്ക് ചെയ്യാം കേട്ടോ, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്തത് ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2x. ഇവിടെ നോക്കുകയാണെങ്കിൽ എഗെയിൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഫോമാറ്റിൽ തന്നെയാണ്. ആൻഡ് വാട്ട് ഇസ് പി? വൈയുടെ കൂടെയുള്ള ആളാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 3. ആൻഡ് വാട്ട് ഇസ് ക്യൂ? റൈറ്റ് സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫംഗ്ഷൻ ആണ്. ഇവിടെ ഇ റേസ് ടു മൈനസ് 2x ആണ്. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. എന്താ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. എന്ന് വെച്ചാൽ ഇ റേസ് ടു ഇന്റഗ്രൽ 3dx ആണ്. എന്താ 3യുടെ ഇന്റഗ്രൽ? 3x ആണ്. സോ ഇ റേസ് ടു 3x ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c. സോ y ഇൻറ്റു ഇവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു 3x ആണ്. ആൻഡ് റൈറ്റ് സൈഡിൽ q എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് 2x ആണ്. സോ ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു 3x ആണ്. dx പ്ലസ് c എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x എന്ന് പറഞ്ഞാൽ ഒരേ ടേമിന്റെ ഡിഫറെന്റ് പവേഴ്സ് ആണ്. നമുക്ക് ആ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. മൈനസ് 2x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ എന്താടാ? എക്സ് ആണ് അല്ലേ? മൈനസ് 2x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഇ റേസ് ടു എക്സ് ഡി എക്സ് പ്ലസ് സി. 3x മൈനസ് 2x എക്സ് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്താ? നമുക്കറിയാം ഇ റേസ് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് വരും. ലെഫ്റ്റിൽ y ഇൻറ്റു ഇ റേസ് ടു 3x എന്ന് വരും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇ റേസ് ടു 3x റൈറ്റ് സൈഡിലോട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. അതായത് y ഈസ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിൽ നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിന് എന്തറിയണം? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ഇക്വേഷൻ എന്നും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു പി ഡി എക്സ് ആണെന്നും അറിയണം. അതേപോലെ ഇക്വേഷൻ കണ്ടാൽ അത് ലീനിയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഫോമാറ്റ് ആവണം. പിയും ക്യൂവും ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കണം. അവിടെ y ഒന്നും വരാൻ പാടില്ല കേട്ടോ. സൈൻ വൈ, കോസ് വൈ, വൈ സ്ക്വയർ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ചിലപ്പോൾ ഇങ്ങനെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം ഫൈൻഡ് ചെയ്യാൻ പറയാറുണ്ട്. സോ ഇവിടെ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ഫോമാറ്റ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ആണ് അല്ലേ? കാരണം വൈയുടെ കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഇതിനെ പി എന്ന് വിളിക്കാം. അതേപോലെ റൈറ്റ് സൈഡിലും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ട്, അതിനെ ക്യൂ എന്ന് വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ വാട്ട് ഇസ് പി? പി എന്ന് പറയുന്നത് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ആൻഡ് വാട്ട് ഇസ് ക്യൂ? 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ആക്ച്വലി നമുക്ക് ഇവിടെ ക്യൂയുടെ ആവശ്യമില്ല, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലേ ചോദിച്ചിട്ടുള്ളൂ. എന്താ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. ആൻഡ് ഹിയർ ഇ റേസ് ടു ഇന്റഗ്രൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാ അത് ചെയ്യുക? ഇന്റഗ്രൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രൽ 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എഫ് ഡാഷ് ബൈ എഫ് ഫോമാറ്റ് ആണെന്ന് പറയാം അല്ലേ? കാരണം 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് 2x എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എക്സ് എന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം. അതായത് 1 പ്ലസ് എക്സ് സ്ക്വയറിനെ നമുക്ക് യു എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ 2x dx ഇസ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും അല്ലേ? അതായത് 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. 2x dx ഇസ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. വിച്ച് മീൻസ് x dx ഇസ് ഈക്വൽ ടു ഡി യു ബൈ എക്സ് ഡി എക്സ് ഡി യു ബൈ 2 എന്നും കിട്ടി, 1 പ്ലസ് എക്സ് സ്ക്വയർ യു എന്നും കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം?
എക്സ് ഡി എക്സിന് പകരം ന്യൂമറേറ്റർ നോക്കിക്കേ എക്സ് ഡി എക്സിന് പകരം നമുക്ക് ഡി യു ബൈ 2 എന്ന് കൊടുക്കാം. ആ 2 ഞാൻ പുറത്ത് കൊടുക്കുന്നുണ്ട് 1/2 ആയിട്ട്. ആൻഡ് ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്, അതിന് വരെ എനിക്ക് എന്ത് കൊടുക്കാം, യു എന്ന് കൊടുക്കാം. കാരണം യു ആണ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എന്താ ഇന്റഗ്രൽ 1/u du എന്ന് പറയുന്നത്, ലോഗ് യു ആണ്. എടാ 1/x dx പോലെ തന്നെ അല്ലേ. അപ്പൊ ഇവിടെ 1/u du എന്ന് പറഞ്ഞാൽ ലോഗ് യു എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് യുക്ക് പകരം എന്ത് കൊടുക്കണം, 1 പ്ലസ് എക്സ് സ്ക്വയർ കൊടുക്കണം. ആൻഡ് ഈ ലോഗിന്റെ പ്രത്യേകത നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം ഈ ഹാഫിനെ എന്താക്കി എഴുതാൻ പറ്റും, ഈ പറയുന്ന 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. സോ ഹാഫ് പവറിലോട്ട് പോയാൽ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ റേസ് ടു ഹാഫ് എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. എന്താ ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ എന്താണ് നമ്മുടെ ഇന്റഗ്രൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ലോഗ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇല്ലടാ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. നമ്മൾ ഇവിടെ വെച്ചാണ് സ്റ്റക്ക് ആയത് അല്ലേ, ഇന്റഗ്രൽ ആണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തത്. സോ ഇപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇന്റഗ്രൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ആ ഇന്റഗ്രൽ ആണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തത് ലോഗ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ ഇറ്റ് ഈസ് ഇ റേസ് ടു ലോഗ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഈയും ലോഗും ക്യാൻസൽ ആയാൽ നമുക്ക് ആൻസർ ആയിട്ട് എന്താ കിട്ടുക, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ വാട്ട് ഈസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഹിയർ, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ തന്നെ നമ്മൾ കുറച്ച് പണി എടുത്തിട്ടുണ്ട് അല്ലെ, ഇന്റഗ്രേഷൻ ഒക്കെ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ ആണോ? സോ ഈ രീതിയിൽ മെയിൻ ആയിട്ട് ഡിഗ്രി ഓർഡർ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം, എക്സ് ടേംസും വൈ ടേംസും സെപ്പറേറ്റ് ചെയ്യുന്ന കേസ്, പിന്നെ നമ്മുടെ ലീനിയർ ഫോം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ച് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒക്കെ ഫൈൻഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാറുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം ഫംഗ്ഷൻസ് മാറുന്നതിനനുസരിച്ച് ഇന്റഗ്രേഷന്റെ റിസൾട്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. സോ ഇന്റഗ്രേഷൻ ഡിഫറെൻറ്റ് കൈൻഡ് വരുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും കൊമേഴ്സിൽ ചോദിക്കാറില്ല പൊതുവേ. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.